ILR ലഭിക്കാൻ 10 വർഷം വേണമെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഈ പറഞ്ഞ ഈ +2 ലെവലിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ട്യൂഷൻ ഫീസ് വളരെ നെഗറ്റീവായി തന്നെ ബാധിക്കും. ഫലമോ ലക്ഷക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് നൽകേണ്ടി വരും. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നഴ്സുമാർക്കോ ടീച്ചർമാർക്കോ ഒന്നും ഈ ഒരു എമൗണ്ട് അഫോർഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വരും, സ്വന്തം മക്കളെ പഠിപ്പിക്കാൻ പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുക്കണ്ടേ എന്നൊരു നോർമലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിയാണ്. പക്ഷേ ഇങ്ങനൊരു ആനുകൂല്യം ഉണ്ടാകുന്ന സമയത്ത് ആനുകൂല്യം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ആ ആനുകൂല്യത്തിൽ നമ്മൾ അർഹരാണെങ്കിൽ നമ്മൾ എന്തിനും ആനുകൂല്യം തട്ടിക്കളയണം? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പബ്ലിക് കൺസൾട്ടേഷനിൽ പങ്കെടുക്കേണ്ടത്. പക്ഷേ പലരും ഇപ്പോൾ ആ ഡേറ്റ് കാലാവധി കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത് അതിനുശേഷം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ അതെല്ലാം ചെയ്യണം, നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നിലവിൽ 5 വർഷം കഴിഞ്ഞ് PR ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് UK ഫാമിലിയായിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്തവരെ കാര്യം വിട്ടേക്കും. അങ്ങനെ പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരൊക്കെ ഭീമമായിട്ടുള്ള തുക ഭാവിയിൽ അവരുടെ വിസ ചേഞ്ച് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് കുടുംബത്തിൽ തകർച്ചയെ ബാധിക്കും, കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് തകർച്ചയിലോട്ട് തള്ളിവിടും എന്നുള്ളതാണ്.